ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +1 മലയാളം പരീക്ഷ അടുത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഓരോരോ ചാപ്റ്ററായിട്ട് സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. നമ്മുടെ ഇന്നെടുക്കുന്ന പാഠഭാഗം നമ്മുടെ KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ എന്ന പാഠഭാഗമാണ്. ശസ്ത്രക്രിയ എന്ന തലക്കെട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന പിക്ചറല്ല പാഠഭാഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലേ? ഒരു മാതൃസ്നേഹത്തിൻ്റെ മറ്റൊരു തലം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പാഠഭാഗമായിരുന്നു KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ എന്ന ചെറുകഥ. തൻ്റെ ഗർഭപാത്രം മുറിച്ചു മാറ്റപ്പെടാനുള്ള ഓപ്പറേഷൻ്റെ തീയതി തീരുമാനിക്കപ്പെട്ടത് മുതൽ ആ ഗർഭപാത്രത്തിന് അവകാശികളായിട്ടുള്ളത് 1 ആ അമ്മയും 2 ആ ഗർഭപാത്രത്തിൽ കിടന്ന മകനും മാത്രമായിരുന്നു. ആ മകനെക്കുറിച്ചുള്ള ഓർമ്മകളെ മുഴുവൻ ഒരു ഭൂതകാലത്തിലേക്ക് അമ്മ കൊണ്ടുപോകുന്ന ഒരു കഥ നമ്മുടെ മുന്നിൽ KP രാമനുണ്ണി അവതരിപ്പിച്ചു. അപ്പോൾ പാഠഭാഗം മക്കൾ നന്നായിട്ടൊന്ന് വായിക്കുക. ഇവിടെ നമ്മൾ പാഠസംഗ്രഹം ചോദ്യോത്തരങ്ങൾ സെറ്റാക്കുന്ന വീഡിയോയാണ്. പാഠഭാഗം വായിച്ചു കഴിഞ്ഞവർക്ക് പാഠസംഗ്രഹം കേട്ട് കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. പിന്നെന്ത് ചെയ്യില്ല, പാഠഭാഗം മറക്കൂല. ഓക്കെ, റെഡിയാണല്ലോ. KP രാമനുണ്ണി ചെറുകഥാകൃത്തും നോവലിസ്റ്റും. 1955 ജനനം. സൂഫി പറഞ്ഞ കഥ, ചരമവാർഷികം, ജീവിതത്തിൻ്റെ പുസ്തകം എന്നീ നോവലുകളും, വിധാതാവിൻ്റെ ചിരി, വേണ്ടപ്പെട്ടവൻ്റെ കുരിശ്, ജാതി ചോദിക്കുക, പ്രണയപർവം, കുർക്സ്, പ്രകാശം പരത്തുന്ന ആൺകുട്ടി, പുരുഷവിലാപം എന്നീ കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഇടശ്ശേരി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് KP രാമനുണ്ണിക്ക്. KP രാമനുണ്ണിക്ക് ലഭിച്ചിട്ടുണ്ട്. പാഠസംഗ്രഹത്തിലേക്ക് വരാം. വർത്തമാനകാലത്തിൻ്റെ തിരക്കു പിടിച്ച അവസ്ഥയിൽ നിന്ന് ഭൂതകാലത്തിൻ്റെ സ്നേഹനിർഭരമായ ഓർമ്മകളിലേക്ക് പോകുന്ന ഒരു അമ്മയുടെ കഥയാണ് ശസ്ത്രക്രിയ. സെറ്റാക്കിക്കൊള്ളുക. വർത്തമാനകാലത്തിൻ്റെ തിരക്ക് പിടിച്ച അവസ്ഥയിൽ നിന്ന് ഭൂതകാലത്തിൻ്റെ സ്നേഹനിർഭരമായ ഓർമ്മകളിലേക്ക് ഒരു അമ്മ സഞ്ചരിക്കുകയാണ്. തൻ്റെ ഗർഭപാത്രം ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പോകുന്നു എന്നറിഞ്ഞതു മുതൽ തൻ്റെ മകൻ്റെ ബാല്യകാലത്തിലേക്ക് അമ്മയും മകനും ഒരുമിച്ച് മകനെയും കൂട്ടി സഞ്ചരിക്കുന്ന ഒരു യാത്ര നമുക്ക് കാണാൻ പറ്റും. KP രാമനുണ്ണിയുടെ ഈ കഥ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ദൃഢതയും ആഴവും ആവിഷ്കരിക്കുന്നു. KP രാമനുണ്ണിയുടെ ഈ കഥ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ദൃഢതയും ആഴവും ആവിഷ്കരിക്കുന്നു. ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ നിശ്ചയിച്ചതോടുകൂടി അമ്മ വല്ലാത്തൊരു ആധിയിൽ പെട്ടുപോകുന്നു. ശക്തിയും തൻ്റെ ഇടവും ഒരിക്കലും കൈവിടാത്ത അമ്മയുടെ ഇപ്പോഴത്തെ ഭാവമാറ്റം ഡോക്ടറായ മകനെ അത്ഭുതപ്പെടുത്തുന്നു. എന്തായിരുന്നു നോക്കുക, ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ നിശ്ചയിച്ചതോട് കൂടിയിട്ടാണ് അമ്മ വല്ലാത്തൊരു ആധിയിൽ സങ്കടത്തിൽ പെട്ടുപോകുന്നത്. ശക്തിയും തൻ്റെ ഇടവും ഒരിക്കലും കൈവിടാത്ത അമ്മയായിരുന്നു, അല്ലേ? വളരെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയിട്ടും ഈ കുഞ്ഞിൻ്റെ പഠനം കാര്യങ്ങളൊക്കെ തൻ്റെ ഇടത്തോടു കൂടി ഏറ്റെടുത്ത് നിർവഹിച്ച ഒരു വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറിയ അമ്മയായിരുന്നു എന്ന് മകന് നന്നായിട്ടറിയാം. ആ അമ്മ ശക്തിയും തൻ്റെ ഇടവും ഒരിക്കലും കൈവിടാത്ത അമ്മയുടെ ഇപ്പോഴത്തെ ഭാവമാറ്റം ഡോക്ടറായ മകനെ അത്ഭുതപ്പെടുത്തുന്നു. ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചതുകൊണ്ട് ഏക മകനായ തന്നെ വളർത്തിക്കൊണ്ടുവരേണ്ട ചുമതല അമ്മക്കായി. അമിതമായ ലാളന കൊണ്ട് താൻ നാശമാകാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അനാവശ്യമായിട്ടുള്ള ലാളനകളൊന്നും എനിക്ക് ആര് നൽകിയിട്ടില്ല, അമ്മ നൽകിയിട്ടില്ല. അപാരമായ സ്നേഹമുണ്ടായിരുന്നെങ്കിലും വാത്സല്യ പ്രകടനങ്ങൾ തീരെ കാണിക്കാത്ത അമ്മ ഇപ്പോൾ പാടെ മാറിയിരിക്കുന്നു. ഒരുപാട് സ്നേഹം മനസ്സ് നിറയെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കുട്ടിക്കാലം തൊട്ടേ എന്നോട് എന്ത് ചെയ്തിട്ടില്ല, പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ തൻ്റെ ഗർഭപാത്രം ഓപ്പറേറ്റ് ചെയ്ത് നീക്കാൻ പോകുന്നു എന്നറിഞ്ഞതു മുതൽ കുട്ടിക്കാലത്ത് തനിക്ക് നൽകാൻ പറ്റാത്ത സ്നേഹത്തിന് മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അമ്മ എടുത്ത് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപാരമായ സ്നേഹമുണ്ടായിരുന്നെങ്കിലും വാത്സല്യ പ്രകടനങ്ങൾ തീരെ കാണിക്കാത്ത അമ്മ ഇപ്പോൾ പാടെ മാറിയിരിക്കുന്നു. നര തുടങ്ങിയ മകനെ ഏകദേശം 10-40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. നര തുടങ്ങിയ മകനെ ഇപ്പോൾ കൊച്ചുകുട്ടിയെ എന്ന മാതിരി അമ്മ കൊഞ്ചിക്കുന്നു. ഈ പ്രായത്തിൽ അമ്മയുടെ വാത്സല്യ പ്രകടനങ്ങൾക്ക് വെറും സർജിക്കലായ ഉള്ളടക്കമല്ല ഉള്ളത് എന്ന് മകൻ മനസ്സിലാക്കുന്നു. ഓപ്പറേഷൻ്റെ ദിവസം അടുക്കും തോറും അമ്മ കൂടുതൽ തരളിതയാകുന്നതായി മകൻ മനസ്സിലാക്കുന്നു.
കുളിക്കാനുള്ള തോർത്തും സോപ്പും എടുത്തു കൊടുക്കാനും തല തോർത്തി കൊടുക്കാനും നെറുകയിൽ രാസ്നാദിപ്പൊടി തിരുമാനുമൊക്കെ അമ്മ വീണ്ടും തുടങ്ങുന്നു. പലപ്പോഴും പതിവില്ലാതെ തൻ്റെ കണ്ണുകളിൽ നിർനിമേഷയായി നോക്കി നിൽക്കുന്ന അമ്മ മകനിൽ വിസ്മയം ഉളവാക്കുന്നു. ഈ കുട്ടിയെ കുളിപ്പിക്കുന്ന പ്രോസസ്സ് വരെ നമ്മുടെ മകനെ 40-45 വയസ്സായിട്ടുള്ള സർജനാണ് നമ്മുടെ മകൻ. പക്ഷേ ഇപ്പോൾ തൻ്റെ ചെറിയ മകനായിട്ടാണ് അമ്മ എന്ത് ചെയ്യുന്നത് നോക്കിക്കാണുന്നത്. ഒരു നിമിഷം അവരുടെ സമനില തെറ്റിയിരിക്കുമോ എന്ന് പോലും മകൻ ചിന്തിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കാലം ബോധപൂർവം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്ന് മകൻ മനസ്സിലാക്കുന്നു. ഒരു ദിവസം ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയ തന്നെ കാത്ത് ഭാര്യ ഗേറ്റിനരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഉറങ്ങുന്നത് അമ്മയുടെ അടുത്താണ് എന്ന് ചെറുചിരിയോടെ അവൾ പറഞ്ഞു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു നിശ്ചലതയുണ്ടായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. അമ്മയുടെ മനസ്സിനെന്തോ തട്ടിയിട്ടുണ്ടെന്ന് അവൾ സംശയിച്ചു. കാരണം മകൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ആ അമ്മ ഒരിക്കലും ഒരു ശല്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, കടന്നു വരാത്ത അമ്മയാണ്. ആ അമ്മ ഇപ്പോൾ പറയുന്നു, കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മോനെ എൻ്റെ കൂടെ കിടക്കാൻ നീ അനുവദിക്കണം. അമ്മയുടെ ഒപ്പം കിടന്ന ആദ്യ ദിവസം തന്നെ അവരുടെ പെരുമാറ്റം അയാൾ അതിശയിപ്പിച്ചു. ആലിൻ്റെ വേരുപോലെ ശുഷ്കമായ വിരലുകൾ അയാളുടെ മുടിയിഴകളിൽ ഞാവി നടന്നു. പതിഞ്ഞ സ്വരത്തിൽ ഹരിനാമ കീർത്തനം ഉരുവിട്ടുകൊണ്ട് അയാളുടെ മുതുകിൽ താളമിട്ടു. അവർ വാത്സല്യം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. മകൻ്റെ പുറകെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. കുട്ടിക്കാലത്തിലെ ഓരോ സംഭവങ്ങളും ഓർത്തെടുത്ത് പറഞ്ഞു. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു കാലം ആ അമ്മ തിരിച്ചെടുക്കുകയായിരുന്നു. വളരെ വേഗം ഓപ്പറേഷൻ്റെ ദിവസം വന്നു. അയാളുടെ ഭയാശങ്കകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് അവർ കൂടുതൽ ഉത്സാഹവതിയായി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പഴനി യാത്രയെക്കുറിച്ച് അവർ ആവേശത്തോടെ സംസാരിച്ചു. മകൻ തൻ്റെ അമ്മയുടെ സർജറിക്ക് സഹപ്രവർത്തകനായ വേണുഗോപാലിനെയാണ് ചുമതലപ്പെടുത്തിയത്. അമ്മയുടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇയാൾ വന്നില്ല. സഹപ്രവർത്തകനായ വേണുഗോപാലിനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഓപ്പറേഷൻ ദിവസം തിയേറ്ററിലേക്ക് നടക്കുമ്പോഴും മകൻ പിന്നിലുണ്ടെന്ന് ആ അമ്മ ഉറപ്പുവരുത്തുകയായിരുന്നു. അമ്മയെ ഉള്ളിലാക്കി അയാൾ സമാധാനത്തോടെ പുറത്തിറങ്ങി. എന്നാൽ പെട്ടെന്ന് ഡോക്ടർ വേണുഗോപാൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. സ്പൈനിന് ഇഞ്ചക്ഷൻ നൽകിയിട്ടും മകനെ കാണണമെന്ന് അമ്മ വാശി പിടിക്കുന്നെന്ന് അയാൾ പറഞ്ഞു. ഓടി അമ്മയുടെ അരികിലെത്തിയ മകനെ അവർ ശാസനാരൂപത്തിൽ നോക്കി. എങ്ങോട്ടാ നീ മാറിപ്പോയത്? വേഗം ചെയ്തു തീർക്കുന്ന അവർ ഉറച്ച സ്വരത്തിൽ മകനോട് ആവശ്യപ്പെട്ടു. ഗൃഹപാഠം ചെയ്യിക്കാൻ വേണ്ടി മകനെ പിടിച്ചിരുത്തുന്ന ആത്മവിശ്വാസവും ആജ്ഞാശക്തിയും ആ വാക്കുകളിൽ തുടിച്ചു. ഒരു കുട്ടിയെ ഹോംവർക്ക് ചെയ്യിക്കുന്ന സമയത്ത് അമ്മ വേഗം ചെയ്യുക എന്ന് പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പോലെയായിരുന്നു ആ വാക്കുകൾ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ ടേബിളിന് താഴെ വെച്ച തൊട്ടിയിൽ രക്തം പുരണ്ട ആ അവയവം മുറിഞ്ഞു വീണു. ചിന്തയിൽ മുഴുകിയിരുന്ന മകൻ പെട്ടെന്നൊരു അനക്കമറിഞ്ഞു. മയക്കത്തിൽ നിന്നുണർന്ന അമ്മ ഇപ്പം പ്രസവിച്ചു വീണ കുഞ്ഞിനെ എന്ന പോലെ അയാളെ നിർവൃതിയോടെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പം പ്രസവിച്ചു വീണ കുഞ്ഞിനെ നോക്കി കാണുന്ന പോലെ ആ അമ്മ എന്ത് ചെയ്തു? തൻ്റെ മകനെ നോക്കിക്കൊണ്ടിരുന്നു. ഇതായിരുന്നു നമ്മുടെ പാഠസംഗ്രഹം. ഓക്കെ, ശസ്ത്രക്രിയ എന്ന കഥയിൽ ഭൂതകാലത്തെ ബോധപൂർവം പുനഃസൃഷ്ടിക്കാനുള്ള അമ്മയുടെ ശ്രമം സൂചിപ്പിക്കുന്ന 2 സന്ദർഭങ്ങൾ എഴുതുക. ശസ്ത്രക്രിയ എന്ന കഥയിൽ ഭൂതകാലത്തിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം അമ്മ നടത്തുന്നുണ്ട്. അതിൻ്റെ 2 ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക? പാഠഭാഗത്ത് നിന്ന് എടുത്തെഴുതുക. നോക്കുക, 45 വയസ്സുള്ള മകൻ ജനറൽ ആശുപത്രിയിലെ സീനിയർ സർജനാണ്. അമ്മയുടെ ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ തീരുമാനിച്ചതിന് ശേഷം അമ്മയിലുണ്ടായ മാറ്റം അയാളെ വിസ്മയിപ്പിക്കുന്നു. വിവാഹിതനായ മകന് പതിവില്ലാതെ ചോറ് വിളമ്പിക്കൊടുക്കാൻ തുടങ്ങുന്നു. മധ്യവയസ്സിലെത്തിയ അയാൾക്ക് കുളിക്കാൻ സോപ്പും തോർത്തും എടുത്തു കൊടുക്കുന്നു. കുളി കഴിഞ്ഞെത്തിയ മകന് തല തോർത്തി കൊടുക്കുന്നു. നെറുകയിൽ രാസ്നാദിപ്പൊടി തിരുമ്മിക്കൊടുക്കാനും അവർ മറക്കുന്നില്ല. രാത്രി മകനോടൊപ്പം കിടന്ന് അയാളെ തലോടി ഉറക്കുന്നു. ഇത്തരം വാത്സല്യ പ്രകടനങ്ങളിലൂടെ കഴിഞ്ഞ കാലത്തെ തിരിച്ചു പിടിക്കുകയാണ് അവർ. മകന് കുട്ടിക്കാലത്ത് പ്രകടമായി പകർന്നു നൽകാൻ മടിച്ച വാത്സല്യമെല്ലാം അവർ വാർദ്ധക്യത്തിൽ പകരുകയായിരുന്നു. എന്താണ്? വിവാഹിതനായ മകന് പതിവില്ലാതെ ചോറ് വിളമ്പി കൊടുക്കാൻ തുടങ്ങുന്നു. മധ്യവയസ്സിലെത്തിയ അയാൾക്ക് കുളിക്കാൻ സോപ്പും തോർത്തും എടുത്തു കൊടുക്കുന്നു. കുളി കഴിഞ്ഞെത്തിയ മകന് തല തോർത്തി കൊടുക്കുന്നു. നെറുകയിൽ രാസ്നാദിപ്പൊടി തിരുമ്മി കൊടുക്കാനും അവർ മറക്കുന്നില്ല. രാത്രി മകനോടൊപ്പം കിടന്ന് അയാളെ തലോടി ഉറക്കുന്നു. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഭൂതകാലത്തിനെ ബോധപൂർവം പുനഃസൃഷ്ടിക്കാനുള്ള അടയാളങ്ങളായിട്ട് പാഠഭാഗത്ത് കടന്നു വരുന്നത്. സെറ്റ്. ശസ്ത്രക്രിയ എന്ന കഥയിൽ
ഗർഭപാത്രം എന്ന അവയവത്തിന് കേവലം ഒരു അവയവം എന്നതിനപ്പുറം പ്രാധാന്യമുണ്ടോ വിശകലനം ചെയ്യുക. ശസ്ത്രക്രിയ എന്ന കഥയിൽ ഗർഭപാത്രം എന്ന അവയവത്തിന് കേവലം ഒരു അവയവം എന്നതിനപ്പുറം എന്തെങ്കിലും പ്രാധാന്യം ഈ കഥക്കകത്ത് കടന്നു വരുന്നുണ്ടോ വിശകലനം ചെയ്യുക. KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ എന്ന കഥ മാതൃസ്നേഹത്തിൻ്റെ സവിശേഷമായ ഒരു തലമാണ് ആവിഷ്കരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കുക. KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ എന്ന കഥ മാതൃസ്നേഹത്തിൻ്റെ സവിശേഷമായ ഒരു തലം ആവിഷ്കരിക്കുന്നു. ഗർഭപാത്രത്തിന് അമ്മയല്ലാതെ മറ്റൊരവകാശി ഉണ്ടെങ്കിൽ അത് മകൻ മാത്രമാണ്. ആണല്ലോ, ഗർഭപാത്രത്തിന് അതിന് അവകാശം ഒന്ന് അമ്മയ്ക്കാണ്, അത് ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട്. അത് ഉപയോഗിച്ചതിൻ്റെ അവകാശം ആർക്കാണുള്ളത്? മകനാണുള്ളത്. ഗർഭപാത്രത്തിന് അമ്മയല്ലാതെ മറ്റൊരവകാശി ഉണ്ടെങ്കിൽ അത് മകൻ മാത്രമാണ്. അവർക്കിടയിലുള്ള ബന്ധവും സ്നേഹവാത്സല്യങ്ങളും പവിത്രവും പകരം വെക്കാനില്ലാത്തതുമാണ്. ആ പവിത്ര ബന്ധത്തിൻ്റെ ഇണക്ക് കണ്ണിയാണ് ഗർഭപാത്രം. ശസ്ത്രക്രിയക്ക് എന്ന കഥയുടെ അന്തസത്ത തന്നെ മാതൃസ്നേഹത്തിൻ്റെ തീവ്രതയും വൈകാരികതയുമാണ്. ഗർഭപാത്രം എന്നത് അമ്മയെയും മകനെയും ഒന്നിപ്പിക്കുന്ന അവയവം കൂടിയാണ്. തൻ്റെയും മകൻ്റെയും അസ്തിത്വത്തിൻ്റെ ഭാഗമായ ഗർഭപാത്രം നഷ്ടപ്പെടുന്നതിൻ്റെ ആദ്യമായിരിക്കാം അമ്മയെ പഴയ കാലത്തിലേക്ക് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ഒരു അവയവം എന്നതിനപ്പുറമുള്ള പ്രാധാന്യം ശസ്ത്രക്രിയ എന്ന കഥയിൽ ഗർഭപാത്രത്തിനുണ്ട്. സെറ്റാണല്ലോ. നോക്കുക, ശസ്ത്രക്രിയ എന്ന കഥയുടെ അന്തസത്ത തന്നെ എന്താണ്? മാതൃസ്നേഹത്തിൻ്റെ തീവ്രതയും വൈകാരികതയുമാണ്. ഗർഭപാത്രമാണ് അമ്മയെയും മകനെയും ഒന്നിപ്പിക്കുന്ന അവയവം. തൻ്റെയും മകൻ്റെയും അസ്തിത്വത്തിൻ്റെ ഭാഗമായ ഗർഭപാത്രം നഷ്ടപ്പെടുന്നതിൻ്റെ ആദ്യമായിരിക്കാം അമ്മയെ പഴയ കാലത്തിലേക്ക് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ഒരു അവയവം എന്നതിനപ്പുറമുള്ള പ്രാധാന്യം ശസ്ത്രക്രിയ എന്ന കഥയിൽ ഗർഭപാത്രത്തിനുണ്ട്. സെറ്റ്. നോക്കുക, പ്രമേയത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും സവിശേഷതകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ചെറുകഥയാണ് ശസ്ത്രക്രിയ പ്രതികരിക്കുക. പ്രമേയത്തിൻ്റെയും ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലും സാധാരണ ചെറുകഥകളിൽ നിന്നുള്ള എന്തെല്ലാമോ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ഏത് ചെറുകഥക്കുണ്ട്? ശസ്ത്രക്രിയ എന്ന് ചെറുകഥക്കുണ്ട്. പ്രതികരിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, ഓർമ്മയിൽ വെക്കുക. നോക്കുക, KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ എന്ന കഥ മാതൃസ്നേഹത്തിൻ്റെ മഹത്വം ആവിഷ്കരിക്കുന്നു. നമുക്കറിയാം, ഗർഭപാത്രത്തിൻ്റെ അടിമയും ഉടമയുമാണ് അമ്മ. അതിന് മറ്റൊരവകാശി ഉണ്ടെങ്കിൽ അത് ആര് മാത്രമാണ്? ആ ഗർഭപാത്രം ഉപയോഗിച്ച മകൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ബന്ധം പവിത്രവും പകരം വെക്കാനില്ലാത്തതുമാണ്. വിലമതിക്കാനാകാത്ത ആ ബന്ധത്തിൻ്റെ വേറിട്ട കാഴ്ചയാണ് ശസ്ത്രക്രിയയിൽ ആവിഷ്കരിക്കുന്നത്. ശസ്ത്രക്രിയയുടെ അന്തസത്ത തന്നെ മാതൃസ്നേഹത്തിൻ്റെ തീവ്രതയും വൈകാരികതയുമാണ്. ഗർഭപാത്രം എന്നത് അമ്മയെയും മകനെയും ഒന്നിപ്പിക്കുന്ന അവയവമാണ്. തൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായ ഗർഭപാത്രം നഷ്ടപ്പെടുന്നതിൻ്റെ ആദ്യമായിരിക്കാം അമ്മയെ പഴയ കാലത്തിലേക്ക് നടത്തുന്നത്. ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ തീരുമാനിച്ചതോടെ അമ്മയുടെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുന്നു. പിഴച്ചു പോകുമെന്ന് ഭയന്ന് മകന് ബാല്യത്തിൽ കൊടുക്കാൻ വിസമ്മതിച്ച ലാളനയും വാത്സല്യവും എല്ലാം മധ്യവയസ്സിലെത്തിയ മകന് പകരുന്നു. ചെറുപ്പകാലത്ത് ഒരുപാട് സ്നേഹം ലാളനയും കൊടുത്തു കഴിഞ്ഞാൽ മകൻ പിഴച്ചു പോകുമെന്നും ഭയന്ന് ബാല്യത്തിൽ കൊടുക്കാൻ വിസമ്മതിച്ച ലാളനയും വാത്സല്യവുമെല്ലാം മധ്യവയസ്സിലെത്തിയ മകന് പകരുന്നു. പതിവില്ലാത്ത വിധമുള്ള അമ്മയുടെ സ്നേഹപ്രകടനങ്ങളെ ഏറ്റവും കാരുണ്യത്തോടെ മകൻ മനസ്സിലാക്കുന്നു. അമ്മ ഭൂതകാലം ബോധപൂർവം പുനഃസൃഷ്ടിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന സീനിയർ സർജനായ മകൻ ആ സ്നേഹലാളനങ്ങൾക്ക് വഴങ്ങുകയാണ്. മാതൃപുത്രബന്ധത്തിൻ്റെ ഈ ഇഴമുറുക്കമാണ് പ്രമേയപരമായി ശസ്ത്രക്രിയയെ മികച്ച കഥയാക്കുന്നത്. മധ്യവയസ്സിലെത്തിയ മകൻ്റെ കാഴ്ചയിലൂടെയാണ് അമ്മയുടെ മാനസിക സംഘർഷങ്ങൾ വായനക്കാരിലെത്തുന്നത്. ചെറുപ്പത്തിലെ വിധവയായ അമ്മയുടെ ജീവിതവും അമ്മത്തണലിൽ ചിട്ടയായി വളർന്ന മകൻ്റെ ജീവിതവും മകൻ്റെ ഓർമ്മയിലൂടെ വെളിവാകുന്ന ആഖ്യാനം കഥയ്ക്ക് നല്ല ഇഴമുറുക്കം നൽകുന്നുണ്ട്. കഥ പറയുന്നത് ആരുടെ ഓർമ്മയിലൂടെയാണ്? മകൻ്റെ ഓർമ്മയിലൂടെയാണ്. അമ്മയല്ല നമ്മുടെ അടുത്ത് കഥ പറയുന്നത്, മകൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ അവതരിപ്പിക്കുന്നത്. അതാണ് ആഖ്യാന രീതി, കഥ പറയുന്ന രീതി. മധ്യവയസ്സിലെത്തിയ മകൻ്റെ കാഴ്ചയിലൂടെയാണ് അമ്മയുടെ മാനസിക സംഘർഷങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ചെറുപ്പത്തിലെ വിധവയായ അമ്മയുടെ ജീവിതവും അമ്മത്തണലിൽ ചിട്ടയായി വളർന്ന മകൻ്റെ ജീവിതവും മകൻ്റെ ഓർമ്മയിലൂടെ വെളിവാകുന്ന ആഖ്യാനം കഥയ്ക്ക് നല്ല ഇഴമുറുക്കം നൽകുന്നു.
പ്രമേയത്തിലും ആഖ്യാനത്തിലുമുള്ള വ്യത്യസ്തതയാണ് ശസ്ത്രക്രിയ എന്ന കഥയെ തീവ്രാനുഭവമാക്കുന്നത്. സെറ്റാണല്ലോ മക്കളെ? അപ്പോൾ പാഠഭാഗം വായിക്കുക, പാഠസംഗ്രഹം സെറ്റാക്കുക. ലെവൽ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.